അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്ന മദ്രസയിലെ 3ാം ക്ലാസ്സിലുള്ള ലിസാനുൽ ഖുർആൻ എന്ന പുസ്തകമാണ് നാം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ ലിസാനുൽ ഖുർആൻ ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നത് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ചൊല്ലാനുള്ളത് ഒരു പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനാ ഗാനമാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. ബിസ്മില്ലാ. أدعوك يا ربي يا عالم الغيب يسر وزد علمي بالفهم والأدب وارحم أبي أمي واحفظهما ربي وفق لأستاذي تيسير أبوابي يا ربي جملني بلساني العربي أرجوك يا ربي تقواك في قلبي. ഇതാകുന്നു ആ പ്രാർത്ഥന ഗാനം. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. അദ്ദുആ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. അദ്ഉക യാ റബ്ബി, റബ്ബെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ഉക നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാ റബ്ബി റബ്ബെ നാഥ. യാ ആലിമൽ ഗൈബി, ഗൈബുകളെ അറിയുന്നവനെ. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? മറഞ്ഞ കാര്യം, അദൃശ്യകാര്യങ്ങളെ അറിയുന്നവനെ നിന്നോടിതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന? യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി. യസ്സിർ നീ എളുപ്പമാക്കിക്കൊണ്ട. വസിദ് ഇൽമി എൻ്റെ വിജ്ഞാനത്തിന് നീ വർദ്ധിപ്പിക്കുകയും എളുപ്പമാക്കുകയും ചെയ്തു തരണമേ. ബിൽ ഫഹ്മി വൽ അദബി, ശരിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വൽ അദബി മര്യാദയോടും കൂടി. അപ്പം നല്ല രീതിയിൽ എൻ്റെ വിജ്ഞാനത്തിന് നീ വർദ്ധിപ്പിച്ചു കൊണ്ട എന്നർത്ഥം. വർഹം അബി ഉമ്മി വഹ്ഫളുഹുമാ റബ്ബി. വർഹം നീ കരുണ ചെയ്യണം. ആരോട്? അബി എൻ്റെ പിതാവിനോട്, ഉമ്മി എൻ്റെ ഉമ്മയോടും, വഹ്ഫളുഹുമാ നീ അവർ രണ്ടാളും കാത്തുരക്ഷിക്കണമേ റബ്ബി എൻ്റെ നാഥ. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മാതാപിതാക്കളെ നീ കാത്തുരക്ഷിക്കണമേ, അവരോട് നീ കരുണ ചെയ്യണമേ എന്നർത്ഥം. വഫിഖ് ലി ഉസ്താദി തൈസീറ അബ്വാബി. വഫിഖ് നീ തൗഫീഖ് നൽക്, നീ സൗഭാഗ്യം നൽക്. ലി ഉസ്താദി എൻ്റെ ഉസ്താദിനിക്ക്, എൻ്റെ ഗുരുനാഥനിക്ക് നീ തൗഫീഖ് നൽക്, സൗഭാഗ്യം നൽക്. തൈസീർ അബ്വാബി എൻ്റെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുവാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നീ നൽകു എന്നർത്ഥം. യാ റബ്ബി ജമ്മിൽനി ബിലിസാനിൽ അറബി. അല്ലാഹുവേ ഈ മഹത്തായ അറബി ഭാഷ പഠിക്കുവാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകണമേ, അതിനെ നീ ഭംഗിയാക്കി തരണമേ എന്നർത്ഥം. അർജൂക യാ റബ്ബി തഖ്വാക ഫീ ഖൽബി. അർജൂക് അല്ലാഹുവേ ദയയോടുകൂടി നിന്നോട് ഞാൻ ദയയോടുകൂടി ചോദിക്കുന്നു. യാ റബ്ബി റബ്ബേ തഖ്വാക ഫീ ഖൽബി എൻ്റെ കൽബിൽ നീ, എൻ്റെ ഹൃദയത്തിൽ നീ തഖ്വ ഇട്ട് തരണമേ. നിന്നെക്കുറിച്ചുള്ള ഭയഭക്തി, അതിനുള്ള തഖ്വ എന്ന് പറയാം. അപ്പോൾ ആ ഭയഭക്തി എൻ്റെ കൽബിൽ നീ ഇട്ട് തരണമേ എന്നൊക്കെയാകുന്നു ഈ പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദർസുൽ അവ്വലു, പിന്നെയാണ് നമ്മൾ 1ാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? എന്താണത്? ഹാദാ കലമി എന്നാണ് പാഠം. എന്താണ്? ഹാദാ കലമി എന്നാണ് ഹെഡിങ്. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇത് എൻ്റെ പേനയാകുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പിന്നെ അവിടെ കുറേ ചിത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്താണുള്ളത്. അനദാരിസുൻ, നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം.
അന ദാരിസുൻ അന്തി ഉഖ്തി അന ദാരിസ അന്ത അഖി. ഹാദാ കലമി അൽ കലമു ഫിൽ ജൈബി ഹാദിഹി ഹിറത്തുൻ അൽ ഹിറത്തു അല ഷജറത്തി. മൻ ഹാദാ മൻ ഹാദിഹി ഹാദാ അബി ഹാദിഹി ഉമ്മി. ഇങ്ങനെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിന് അർത്ഥം എന്ന് പറഞ്ഞു നോക്കാം. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഈ കുട്ടി മറ്റേ കുട്ടിയോട് പറയാണ്, എന്താ പറയുന്നത്? അനസ് ദാരിസുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. പിന്നെ ഈ കുട്ടി മറ്റു കുട്ടിയോട് എന്ന് പറയുന്നത് അന ദാരിസ, ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. അന്ത അഖി, നീ എൻ്റെ സഹോദരൻ ആണ്. പിന്നെ ഇദ്ദേഹം എന്താ പറയുന്നത്? ഹാദാ കലമി, ഇത് എൻ്റെ പേനയാണ്. അൽ കലമു ഫിൽ ജേബി, പേന കീശയിൽ ആകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ കുട്ടി എന്താ പറയുന്നത്? ഹാദിഹി ഹിറത്തുൻ, ഇതൊരു പൂച്ചയാണ്. അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച മരത്തമ്മലാണ്. അതാണ് ആ കുട്ടി പറയുന്നത്. പിന്നെ മൻ ഹാദ, ഇത് ആരാണ്? മൻ ഹാദിഹി, ഇത് ആരാണ്? മൻ ഹാദ എന്ന് ആരോടാ ചോദിക്കുക? പുരുഷനോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട്. മൻ ഹാദി എന്നോ പെൺകുട്ടിയോട് അല്ലെങ്കിൽ സ്ത്രീയോട്. മനസ്സിലായോ? ഹാദ ആൺകുട്ടിയോട്, ഹാദിഹി പെൺകുട്ടിയോട്. പിന്നെ ഹാദ അബി ഹാദിഹി ഉമ്മി. ഹാദ അബി, ഇത് എൻ്റെ പിതാവാകുന്നു. ബേക്കിൽ കണ്ടില്ലേ, ഇത് പിതാവാണ്. കുട്ടി പറയാണ് ഹാദ അബി, ഇത് എൻ്റെ പിതാവാണ്. ഹാദിഹി ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാണ്, മാതാവാകുന്നു. മനസ്സിലായോ? ഇത്രയും ഭാഗമാണ് ഈ പാഠത്തിൽ ഉള്ളത്. നമുക്കൊന്നുകൂടി അത് വായിച്ച് നോക്കാം. പ്രധാനമായിട്ട് വായനയാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഹാദാ കലമി, ഇതാണ് ഹെഡിങ്. ഹാദാ കലമി. അന ദാരിസുൻ അന്തി ഉഖ്തി അന ദാരിസ അന്ത അഖി. ഹാദാ കലമി അൽ കലമു ഫിൽ ജൈബി ഹാദിഹി ഹിറത്തുൻ അൽ ഹിറത്തു അല ഷജറ. മൻ ഹാദ മൻ ഹാദിഹി ഹാദാ അബി ഹാദിഹി ഉമ്മി. മനസ്സിലായേ? ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.